അനൂപിരിക്ക്. ഞാൻ വന്നത് സച്ചി ഒന്ന് കാണാനാ. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. സച്ചി ഒന്ന് പുറത്തേക്ക് വരാവോ? അമ്മേ, പ്രതിഭ വേഗം പോ. എനിക്കറിയാം അനൂപേട്ടൻ എന്താ പറയാനുള്ളതെന്ന്. അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നത് ഞാനുകൂടി പറഞ്ഞിട്ടാ. ഇപ്പൊ ഇവിടെ ആർക്കും അവരോട് ഒരു പിണക്കവും ഇല്ല. എല്ലാം അവർ തമ്മിൽ സംസാരിച്ച് പഴയതുപോലായി. അപ്പോഴാ അനൂപേട്ടൻ വന്നത്. എല്ലാം പറഞ്ഞു തീർത്തൊരു പ്രശ്നത്തില് അനൂപേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇനിയെങ്കിലും എല്ലാം മറന്നൂടെ അനൂപേട്ട? അനൂപേട്ട എന്തിനാ കരയുന്നേ? എന്തു പറ്റി അനൂപേട്ട? ഇതുവരെ ഞാൻ കരയാതെ പിടിച്ചു. പക്ഷേ അതിന് മാത്രം എന്തുണ്ടായി? അനൂപേട്ടൻ കാര്യം പറയും. പറയാം. അതിനു മുമ്പ് എനിക്ക് സച്ചിയോട് മാപ്പ് പറയണം. മാപ്പോ? എന്തിന്? അതൊരു കാര്യത്തിനല്ല, പല കാര്യങ്ങൾക്ക്. തെറ്റിദ്ധരിച്ചതിൽ, അകറ്റി നിർത്തിയതിൽ, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മനസ്സിനെ നോവിച്ചതിന്. ഞാൻ ഇത്രയും നാളും കരുതിയതൊന്നും അല്ല സച്ചി ലോകം. ഞാൻ മനസ്സിലാക്കിയതുപോലെ ഒന്നുമല്ല ആളുകളും. വൈകി വരുന്ന തിരിച്ചറിവുകൾ മുറിപ്പെടുത്താറാണ് പതിവ്. അങ്ങനെ മനസ്സ് മുറിഞ്ഞൊരു അവസ്ഥയിലാണ് ഞാനിപ്പോ. ഞാൻ ഒരുപാട് അനുഭവ സമ്പത്തുള്ളവനാണെന്നും എന്നെ കൊണ്ടെല്ലാം സാധിക്കുമെന്നും ഞാൻ കരുതിയിരുന്നു. പക്ഷെ ചിലത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തതാണെന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. അനൂപേട്ടൻ പറയുന്നത് എന്താണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പ്രശ്നത്തിലാണോ അനൂപേട്ടൻ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. സന്തോഷം, തിരിച്ചറിവിന്റെ സന്തോഷം. ഞാനിന്നൊരാളെ കണ്ടിരുന്നു. അയാൾ പറഞ്ഞു എന്റെ 9 ലക്ഷം രൂപയുടെ ബാധ്യത തീർത്ത ആളെക്കുറിച്ച്. പിന്നെ ഈ പണം ആര് തന്നെന്ന് ചോദിച്ചാ ഞാനാണെന്ന് പറയുകയും വേണ്ട. മനസ്സിലായോ? ഓ, അതറിഞ്ഞപ്പോ മുതൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. എന്നെയും എന്റെ കുടുംബത്തെയും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാൻ ഇതുവരെ വില കൽപ്പിക്കാത്ത ഒരാളാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിപ്പോയി. 1 രൂപ ചെലവാക്കിയാൽ 100 പേരോട് പറയുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെയും ആളുകളുണ്ടോ എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. അനൂപേട്ട, എപ്പോഴെങ്കിലും എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു സച്ചിക്ക്? അനൂപേട്ടന്റെ ഈ നന്ദി വാക്കിലും മാപ്പ് പറച്ചിലും ഞാൻ വല്ലാതെ ചെറുതായി പോകുന്നുണ്ട്. ഒരു അപരിചിതനോട് സംസാരിക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. എന്റെ കുടുംബത്തിന് വേണ്ടി
ഞാൻ മുടക്കുന്ന പണത്തിന് എന്തിനാ അനുവേട്ടൻ നന്ദി പറയുന്നേ? ഞാൻ ചെയ്തതിന് പകരം അനുവേട്ടൻ ഒന്നും ചെയ്യേണ്ട. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്നെ ഒഴിവാക്കാതിരുന്നാ മതി. അന്നെനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടും അത്യാവശ്യം വന്നിട്ടും എന്നോട് ഒരു വാക്കുപോലും ആരും പറയാത്തതുകൊണ്ട് എന്നെ അകറ്റി നിർത്തിയതോർത്ത്. അനൂപേട്ട എന്നെ വില കൽപ്പിച്ചില്ലെങ്കിലും അന്നും ഇന്നും എന്നും എന്റെ സ്വന്തമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അകൽച്ചയും അവഗണനയൊക്കെ നിങ്ങൾക്ക് മാത്രമായിരുന്നു അനൂപേട്ട. അനൂപേട്ടൻ നന്ദി പറഞ്ഞതിന്റെ അർത്ഥം ഞാനും ആ കുടുംബം തമ്മിൽ 9 ലക്ഷം രൂപയുടെ ബന്ധമേ ഉള്ളൂ എന്നാ. ഇനി 9 ലക്ഷമല്ല 90 ലക്ഷം ആയാലും അവിടെ ഒരു അത്യാവശ്യം വന്നാ ഞാൻ അനൂപേട്ടനൊപ്പം മുന്നിൽ തന്നെ കാണും. അത് ദയാനന്ദൻ മാഷിന്റെ മരുമകനായിട്ടും അനൂപേട്ടന്റെ സഹോദരി ഭർത്താവായിട്ടുമല്ല, മകനും അനിയനൊക്കെ ആയിട്ട്. ഞാൻ ചെയ്ത പ്രവൃത്തിയെ അനൂപേട്ടൻ ഇപ്പൊ പ്രശംസിച്ചപ്പോ മറന്നുപോയൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ പോലും അറിയാതെ നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ച ആളാ എന്റെ ഭാര്യ. കൂടെ താമസിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി അവള് സ്വർണ്ണമെല്ലാം എടുത്ത് തരാൻ തയ്യാറായി. ആ മനസ്സ് എങ്ങനെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നേ? ഞാനാണ് അനൂപേട്ടന്റെ ബാധ്യത തീർത്തിയെന്ന് ഈ നിമിഷം വരെ അവളെ അറിയിച്ചിട്ടില്ല ഞാൻ. അവളെന്നല്ല ആരെയും. ഇനിയും അങ്ങനെ തന്നെ മതി. 1 രൂപ മുടക്കിയിട്ട് 100 പേരോട് പറയാൻ ഞാൻ മുടക്കിയത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ. എന്നോട് മാപ്പ് നന്ദിയൊന്നും പറയണ്ട അനുവേട്ടൻ. പറ്റുവാണെങ്കിൽ അർച്ചനോട് ക്ഷമിച്ചാൽ മാത്രം മതി. അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു ഭാഗ്യമായി കരുതുന്ന ആളാ ഞാൻ. അവളെ എനിക്ക് തന്നത് നിങ്ങളും. ആ നന്ദിയിൽ നിന്നുകൊണ്ട് പലതും ചെയ്യാനുണ്ട് എനിക്ക്. അതുകൊണ്ട് അനുവേട്ടൻ അർച്ചനയോടെല്ലാം ക്ഷമിക്കണം. എന്താ എടുക്കാത്തെ?
നന്ദേട്ടാ അകത്തേക്ക് വാ. വാ. വാ നന്ദേട്ടാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ മോളെ അച്ചു, നീ എത്തിയോ? നിന്നെയും കൂടെ കണ്ടിട്ട് പോകാന്ന് കരുതിയാ ഞങ്ങൾ ഇവിടെ ഇരുന്നേ. നന്ദേട്ടൻ, നന്ദേട്ടാ. സ്നേഹമോളെ, മോളെ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം. അച്ഛാ, 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 അച്ഛാ. എന്താ മോളെ? അവിടെ നമ്മുടെ നമ്മുടെ നന്ദേട്ടൻ വന്നു. അച്ഛാ, മോനെ, മോനെ. മോനെ, എവിടെയായിരുന്നു ഇത്രയും നാള്? ഞാനെല്ലാം പറയാച്ച. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാവുമെന്ന് കരുതിയതല്ല. ഈശ്വര, എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. എനിക്ക് എന്തു പറയണമെന്ന് നിൽക്കുന്ന നിപ്പിൽ ഞാനങ്ങ് മരിച്ചു പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ മോനെ. അച്ഛാ, നന്ദേട്ടാ, ഇറങ്ങി വേണ മോനെ. നന്ദേട്ടാ, സച്ചി, ഡാ. ഏട്ടാ, എടാ, അച്ഛാ. നീ വന്നേ. മാഷേ, കമലേ, ഇതാ ഇതാ എന്റെ മകൻ നന്ദൻ. ഇത് സച്ചിയുടെ ഭാര്യയുടെ അച്ഛനും അമ്മയാ. നന്ദേട്ടാ, സന്ദീപേ, നന്ദേട്ടാ, നന്ദേട്ടാ. എടാ, നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും ഇതുപോലെ ഒന്ന് കെട്ടിപ്പിടിക്കാനും എത്ര വർഷമായിട്ട് ആഗ്രഹിക്കുന്നു അറിയോ? നിന്നെ കണ്ണു നിറച്ചൊന്ന് കാണാൻ ഞാൻ കൊതിച്ചിരുന്നെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരുന്ന് നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ ഇപ്പോഴും തുടരുന്ന ഒരാളുണ്ട്, അവന്തിക. അവളുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമാവും നിന്നെ ഇവിടെ എത്തിച്ചത്. അവന്തികേ, മോളെ.
അവന്തിക്ക് മോൾക്കിത് വിശ്വസിക്കാനാവില്ലെന്നറിയാം. എനിക്കും ആദ്യം ഇതേ അവസ്ഥയായിരുന്നു. നന്ദ, നീ പോയതിനു ശേഷം ഇവള് നടത്താത്ത നേർച്ചകളൊന്നുമില്ല. എനിക്കെപ്പോഴും അവന്തിയെ കാണുമ്പോൾ ഒരു കുറ്റബോധം മനസ്സിൽ വന്ന് നിറയാറുണ്ടായിരുന്നു. എൻ്റെ മകൻ കാരണം ഇവൾക്ക് സംഭവിച്ച ദുരിതത്തെപ്പറ്റി. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും ഭാഗ്യമുള്ള അച്ഛൻ ഞാനാ. മോനെ, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? എന്നെപ്പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും അതറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതെ ഏട്ടാ, ഞങ്ങളെ അറിയൊന്നും കാണാതെ, ഒന്നും സംസാരിക്കാതെ ഇത്രയും വർഷം ഏട്ടൻ എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു? എല്ലാത്തിൻ്റെയും മറുപടി എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പറയാം. ഇവിടെ നിന്ന് അച്ഛനുമായി പിണങ്ങി ഇറങ്ങിപ്പോയത് അപ്പോഴുള്ള ദേഷ്യത്തിന് മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് നടന്നതൊക്കെ എന്നെപ്പോലും ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഇടയ്ക്ക് തിരിച്ചു വരണമെന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹവും അച്ഛനെയും നിങ്ങളെല്ലാവരെയും വീണ്ടും കാണണമെന്നും ഒപ്പം ജീവിക്കണമെന്നുള്ള ആഗ്രഹവുമാണ് എന്നെ വീണ്ടും ഇവിടെ എത്തിച്ചത്. ധാരാളം കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എൻ്റെ ഈ തിരിച്ചു വരവിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് മാത്രം ഇപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞാൽ മതി. ഇവിടെ നിന്ന് പോയതിന് ശേഷവും ഇപ്പം ഇവിടേക്ക് വന്നതിനിടയിലുള്ള എൻ്റെ ജീവിതം ഒരിക്കലും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. ഉണ്ടായതിനെല്ലാം കാരണക്കാരി എൻ്റെ ഭാര്യ അവന്തി. അച്ഛൻ പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയും നേർച്ചകളും ഒക്കെ കൊണ്ട് എനിക്കറിയാം നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നന്ദിയുണ്ട് ഒരുപാട്. എന്റെ താലിയും കഴുത്തിലിട്ട് നീ എനിക്ക് വേണ്ടി കാത്തിരുന്നെന്നറിഞ്ഞതിൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് എന്റെ ഭാര്യയെക്കുറിച്ചോർത്ത്. എൻ്റെ അച്ഛനെയും സഹോദരങ്ങളെയും കാണുന്നതോടൊപ്പം എനിക്ക് ഈ വീട്ടിൽ വെച്ച് കാണേണ്ട ഒരു മുഖമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ ഭാര്യയായ നിന്റെ ഈ മുഖമായിരുന്നു. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താനും നഷ്ടപ്പെടുന്ന ജീവൻ പിടിച്ചു നിർത്താനും സാധിക്കുമെന്ന് എൻ്റെ അമ്മയെക്കുറിച്ച് അച്ഛൻ പറയുമായിരുന്നു. അതിൻ്റെ അർത്ഥം അന്നെനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്.
നീ രക്ഷപ്പെട്ടു എന്നാണോ കരുതിയിരിക്കുന്നത്? നിന്നെ ഞാനിപ്പോൾ കൊല്ലാൻ പോവാ.